ആ നിമിഷത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചോട്ട് ഞാൻ ലോഡ്സിനാണ് ചോദിച്ച ചോദ്യമാണ്, അച്ഛാ നമ്മൾ മരിച്ചു പോകുമെന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങനെയൊക്കെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടേക്കുന്നത് ഫുൾ വണ്ടി ഇടിച്ചു, ആംബുലൻസും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ വഴിക്ക് മരിച്ചു, ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മളതേ കേട്ടേക്കണേ. അപ്പോൾ എൻ്റെ വൈഫ് ഡോക്ടറിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്താ ഡോക്ടറെ എന്ത് സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. പുള്ളി ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് ഇങ്ങനെ പുള്ളി പറഞ്ഞു, ടോംസന് ഈ ഹിപ്പിന് ചെയ്തേക്കുന്ന സർജറി കംപ്ലീറ്റ് ഫെയിലിയറാന്ന് പറഞ്ഞു. ഒരു നിമിഷം മൊത്തത്തിൽ തകർന്നു പോയി. അതുകൊണ്ടായിരുന്നു എന്നെ പിടിച്ചിരുത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ടും പറഞ്ഞു വീണുകൊണ്ടിരുന്നത്. ഞാൻ ഉറക്കം ഭയങ്കര കൊതിച്ചു, എങ്ങനെ ഉറങ്ങാം. ഞാൻ ആമസോണിലും ഈ ഓൺലൈനിലൊക്കെ കയറി ഉറക്ക ഗുളിക വരെ ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. US പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഒന്നിനും വേണ്ട എന്നെയൊക്കെ. ഞാൻ കയറി വന്നപ്പോൾ തൊട്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ദിവസാനിച്ച് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് 2 ഉദാഹരണങ്ങളാണ് ഞങ്ങളെ എണ്ണം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപയും കർത്താവിൻ്റെ വലിയ സ്നേഹം മാത്രമാണ്. ഒരു നിമിഷം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അതിരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളെ ഉയർത്തുന്നു. പരിശുദ്ധനെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. വി വർഷിപ്പ്. ആദരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. വി വർഷിപ്പ്. അല്പസമയം ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുന്ന ഒരു പകലായി തീരട്ടെ. എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ തരങ്ങളും ചലിച്ചിട്ട് ആത്മാവിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. പരിശുദ്ധനാരാധന സർവ ഉന്നതന ആരാധന വിശുദ്ധിയിലാരാധന അങ്ങേക്ക് കീടുന്നേ. ചേർന്ന് പരിശുദ്ധനാരാധന. പരിശുദ്ധ സർവ ഉന്നതന സർവ ഉന്നത ആരാധന വിശുദ്ധിയിലാരാധന അങ്ങേക്ക് കീടുന്നേ. ഒരിക്കൽ കൂടി പരിശുദ്ധനാരാധന. പരിശുദ്ധനാരാധന സർവ ഉന്നതന ആരാധന വിശുദ്ധിയിലാരാധന വിശുദ്ധിയിലാരാധന അങ്ങേക്ക് കീടുന്നേ. ദൈവവാലവാകയെന്നും ഇരിക്കുന്നോനും രാജാദി രാജനായി വരുന്നവനും ദൈവവാലവാകയെന്നും ഇരിക്കും
ഭരിക്കുന്നോനും രാജാധിരാജാവാൻ സർവഭൂമിയും ആർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന. സർവഭൂമിയും ആർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന. പരിശുദ്ധാര പരിശുദ്ധനാരാധന. സർവ ഉന്നതൻ ആരാധന. വിശുദ്ധിയിലാരാധന, വിശുദ്ധിയിലാരാധന. അങ്ങേക്ക് കീഴുന്നേ. ഓ പരിശുദ്ധനാരാധന. സർവ ഉന്നതന് ആരാധന. വിശുദ്ധിയിലാരാധന, വിശുദ്ധി ആരാധന. അങ്ങേ തിരുനീണത്താൽ എന്നെ വീണ്ടെടുത്തു. പുത്രനെന്നൊരു അവകാശം എനിക്കു തന്നു. തിരുനീണത്താൽ എന്നെ വീണ്ടെടുത്തു. പുത്രനെന്നൊരു അവകാശം എനിക്കു തന്നു. സർവ നന്മകൾ ചൊരിഞ്ഞെന്നെ നടത്തുന്നോന് എന്നേക്കും ആരാധന. സർവ നന്മകൾ ചൊരിഞ്ഞെന്നെ എന്നേക്കും ആരാധന. പരിശുദ്ധനാരാധന. സർവ ഉന്നതന് ആരാധന. വിശുദ്ധിയിലോ അങ്ങേക്ക് കീഴുന്നേ. അങ്ങേക്ക് കീഴുന്നേ. ഓ പരിശുദ്ധനാരാധന. സർവ ഉന്നതന് ആരാധന. വിശുദ്ധിയിലാരാധന, വിശുദ്ധിയിലാരാധന. അങ്ങേക്ക് കീഴുന്നേ. പരിശുദ്ധനാരാധന, പരിശുദ്ധനാരാധന. സർവ ഉന്നതന് പരിശുദ്ധന് പരിശുദ്ധ ആരാധന. സർവ ഉന്നതന് വിശുദ്ധിയിലാരാധന. അങ്ങേക്ക് കീഴുന്നേ. ഓ
യേശുവേ ഉയർത്തിയിടും ഞാൻ തിരുനാമം നീ മാത്രം യേശുവേ എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം എൻ കർത്താവിൻ കൃജസേ ആർക്കു ഓ എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം എൻ കൃജസേ ആർക്കുദ ചേർന്ന് നിനക്ക് തുല്യനായി ഹോ നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ നീ മാത്രം യേശുവേ നീ മാത്രം യേശുവേ ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ വാക്കിലോ നീ മാത്രം യേശുവേ ഉയർത്തിയിടും ഞാൻ യേശുവേ ഉയർത്തിയിടും ഞാൻ നീ മാത്രം യേശുവേ ഉയർത്തി ഓ നീ മാത്രം യേശുവേ കരങ്ങളെ തട്ടി ഉയർത്തിയിടും ഞാൻ തിരുനാമമാക്കിലോ നീ മാത്രം യേശുവേ ഉയർത്തിയിടും ഞാൻ ഉയർത്തിയിടും ഞാൻ ഓ ഉയർത്തിയിടും ഞാൻ ഉയർത്തിയിടും ഞാൻ ഉയർത്തിയിടും ഞാൻ തിരു ഓരമവ ശേഖരം തേരകലാരകലം തീരകലം താരകലാശി തേരകലം ദൂരകലവാരകലം തേരകലം താരകലം ശതീരകലം തുരകലാരകലം തേരകലം ശകലം തേരകല താരകലം തേരകലാരകലം ദൂരകലം ശകലം തുരകലവാ രകനാരകലം തീരകലം തേരകലകടവാശം തിരകലകടവാരകലം ചേരകലം തേരകല കവലം തുരകലാരകല ശം തേരകലാരകലം തീരകലം താരകല രകലം തുരകലാരകലം ശം തേരകലവലവാരകലം ചീരകലം തുരകലകടവാരകലം ചേരകലം താരകല ഓരവാശം തീരകലം തിരകലകടമരവം തേരകലാരകലം ശം തേരകല ദൂരകലം തിരകലാരകലം ശം തേരകലം തീരകലം താരകലാരകല ശം തേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമം ഓ രകലം തേരകലം ശം തേരകലം തീരകലം താ രകലം തുരകലകടവാരകലം ശം തേരകലം താരകലം തേരകലാരകലം തീരകലം താരകലവശകലം തേ രകലം തുരകലകടവാരകലം ശം തേരകലവലവാരകലം ശം തിരകലം തിരകലാരകലം തേരേ ശം ദൂരകലകടവലവാരകലം തീരകലം താരകല ശം തീരകലം താരകലാരകലം തീരകല ഓ ragalam tira ragalam turadiga ragalam shande ragalam te
നമുക്ക് ജയ്സണിലിരിക്കാം. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തിൻ്റെ ആ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല. കാരണം എന്നാ? അടുത്ത ലൈൻ ഇങ്ങനെ പറയണത്, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നില്ല. എനിക്ക് പാടാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ദൈവസാന്നിധ്യം ഉണ്ട് ഇവിടെ. ഞാൻ രാവിലെ ജിസൻജാനെ വിളിച്ചായിരുന്നു. ജിസൻ ഞാൻ പറഞ്ഞു, ചെന്ന് ടെസ്റ്റ് മണിയൊക്കെ പോയി പറഞ്ഞിട്ട് വാങ്ങാൻ പറഞ്ഞു. ഞാൻ ജിസൻജാൻ്റെ അടുത്ത് പറഞ്ഞു, പാർട്ട് 1 ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഞാൻ പാർട്ട് 2 പറയാൻ വന്നേക്കണേന്ന് പറഞ്ഞു. ലൈഫിലുണ്ടായ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അപകടം തന്നെ സംഭവിക്കുന്നത്. വണ്ടി ഇടിച്ചു എന്ന് എല്ലാ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. വണ്ടി ഇടിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നൊന്നും ഓർമ്മയില്ല. ഞങ്ങളുടെ വണ്ടി ഇടിച്ചതിൻ്റെ പടമാണ് ഈ കാണുന്നത്. കിയ സെൽട്ടോസ് ആയിരുന്നു. പക്ഷേ ഈ പടം ഞാൻ കാണിച്ചിട്ട് പലരും ചോദിക്കണത് ഓൾട്ടോ ആണെന്ന് ചോദിക്കണം. കാരണം ഇടിച്ച ആ പരിവായി. ദൈവം ഞങ്ങളെ വിടുവിച്ചു, അല്ലാതെ ഞങ്ങൾക്ക് ഓർമ്മ പറയാം. നമ്മുടെ കർത്താവ് ഇന്ന് വാഴുന്നു, നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എനിക്കെന്താ സംഭവിച്ചെന്ന് ഒന്നും പിടി കിട്ടുന്നില്ല. രാത്രി ആ സമയത്ത് 2:45 ആ സമയത്ത് എന്തോ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് ലോഡ്സ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കണേ, മോനെ എന്ത് പറ്റി? അപ്പോഴാണ് ഞാൻ പറയുന്നത് വണ്ടി ഇടിച്ചെന്നുള്ള കാര്യമൊക്കെ. പെട്ടെന്ന് ഞാൻ കണ്ണൂർന്ന് പോകുമ്പോൾ ഈ വണ്ടി ഇടിച്ചെന്ന് ആൾക്കാർ മൊത്തം കൂടുന്നു. ആൾക്കാരൊന്ന് ഡോറെ ഒന്ന് തട്ടുന്നു, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര ഭയന്നു പോയി, പേടിച്ചു പോയി. ഞാൻ എൻ്റെ വൈഫും കുഞ്ഞുമായിട്ടാണ് ഇവിടെ വന്നത്. പെട്ടെന്ന് ഇവരുടെയൊക്കെ മുഖം എൻ്റെ മുമ്പിലേക്ക് വന്നു. ആ നിമിഷത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഞാൻ ലോഡ്സിനാണ് ചോദിച്ച ചോദ്യമാണ്, അച്ഛാ നമ്മൾ മരിച്ചു പോകുമെന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങനെയൊക്കെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടേക്കുന്നത് ഫുൾ വണ്ടി ഇടിച്ചു, ആംബുലൻസും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്ക് മരിച്ചു, ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മളതേ കേട്ടേക്കണേ. ആ പേടിയിൽ ഞാൻ ചോദിച്ചു പോയി. പെട്ടെന്ന് ഭയന്നു പോയി. മാനുഷികമായി പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭയന്നു പോയി, പേടിച്ചു പോയി. എന്നെ അവിടെ നിന്ന് പൊക്കി ട്രിവാൻഡ്രത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏകദേശം എൻ്റെ ഈ ശരീരത്ത് 9 ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ ബോഡിയിൽ മൊത്തം.
എന്നെ അവിടെ ഒരു ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നെ ലോഡ്സ് ഞാൻ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോയത്. ആ ഹോസ്പിറ്റലിലെത്തി 2 ദിവസത്തിൻ്റെ അകത്ത് തന്നെ എൻ്റെ 3 സർജറി ആദ്യം ചെയ്തു. സർജറി ചെയ്തു, എന്നെ അതിന് റൂമിലേക്ക് കൊണ്ടുവന്നു. സർജറി കഴിഞ്ഞ ശേഷവും എൻ്റെ ഈ കൈയും കാലും ഒന്നും അനക്കൊന്നുമില്ല. ഞാനിങ്ങനെ തളർന്ന് തന്നെ കിടക്കുമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി ലോഡ്സ് ഞാൻ സ്ട്രെച്ചറൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴും ഈ കൈയും കാലൊന്നും അനങ്ങത്തില്ല. അതിൻ്റെ ശേഷം ആ കിടന്ന കിടപ്പിൽ തന്നെയാണ് എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നു. എൻ്റെ വൈഫ് ഒരു ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റാണ്, OT ആണ്, തെറാപ്പിക്ക് ചെയ്യുന്ന ആളാണ്. എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ശരീരം, കാലൊന്നും അനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല. പെട്ടെന്ന് ഇവരാണെങ്കിൽ എന്നെ പിടിച്ചെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഇരുത്താൻ നോക്കി, പൊക്കി ഇരുത്താൻ നോക്കിയപ്പോൾ ഞാൻ ബാക്കോട്ട് മറിഞ്ഞ് വീഴുക. എനിക്കിങ്ങനെ ബാലൻസിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അന്നും ശക്തമായ വേദനയുണ്ട്, എൻ്റെ ഹിപ്പിനൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോഴത്തേക്കും വൈഫിൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണ്. ചേച്ചി പറഞ്ഞു, ടോംസൺ അങ്ങനെ സാറിന് സർജറി കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നാലാണ് അത് റിസൾട്ട്, അത് ആ സർജറി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. എന്നെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ബാക്കിൽ പില്ലോ ഒക്കെ വെച്ച് തലേണയൊക്കെ വെച്ചിട്ടാണ് എന്നെ ഇരുത്തിക്കൊണ്ടിരുന്നത്. ആ പില്ലോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ പുറകോട്ട് വീഴും. അതിശക്തമായ വേദന ആ സമയത്തുണ്ട്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സർജറി ചെയ്തതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു ഞാനിരുന്നു. അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ, പെട്ടെന്ന് ഈ രാജഗിരി ആലുവയിലുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നു, എന്നെ സ്കാൻ ചെയ്തു കഴിഞ്ഞു. ഡോക്ടർ ഒന്നും പറയുന്നില്ല. ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ആ ചെയ്ത സർജറി എവിടെയാണ് ചെയ്തത്, അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് ഡോക്ടറിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്താ ഡോക്ടറെ എന്ത് സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. പുള്ളി ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് ഇങ്ങനെ പുള്ളി പറഞ്ഞു, ടോംസന് ഈ ഹിപ്പിന് ചെയ്തേക്കുന്ന സർജറി കംപ്ലീറ്റ് ഫെയിലിയറാന്ന് പറഞ്ഞു. ഒരു നിമിഷം മൊത്തത്തിൽ തകർന്നു പോയി. അതുകൊണ്ടായിരുന്നു എന്നെ പിടിച്ചിരുത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞു വീണുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എറണാകുളത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം സെയിം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഹിപ്പിന് ചെയ്തേക്കുന്ന സർജറി ഫെയിലിയറാന്ന് പറഞ്ഞു. നമുക്കൊരു ട്രൈ ഒക്കെ ചെയ്യാം. പുള്ളി ചോദിച്ചു, ഇതല്ലേ ഡോക്ടറെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത് റിവിഷൻ സർജറിക്ക് ഇനി ഒരു ഡോക്ടർമാരും തയ്യാറാവത്തില്ലെന്ന് പറഞ്ഞു. കാരണം ചെയ്ത സർജറി തന്നെ വീണ്ടും ചെയ്യാനായിട്ട് ഡോക്ടർമാർ മടിച്ചു. എന്നിട്ട് എൻ്റെ വൈഫ് ചോദിച്ചു, ഇത് അങ്ങനെ ഡോക്ടറെ ടോംസൺ എന്ന് ഇരിക്കണമെങ്കിൽ എത്ര നാൾ പിടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 18 മാസം കഴിയാതെ ഇരിക്കാൻ പറ്റും തോന്നല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ ടോംസൺ നടക്കണമെങ്കിൽ എത്ര നാൾ പിടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ചു. പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല, അതിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ഡോക്ടറായിട്ട് വീഡിയോ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്ക് വിശ്വാസത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? എന്നെ പിറ്റേ ദിവസം ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ആ ഡോക്ടറിനും പേടിയായിരുന്നു. ഒരു റിവിഷൻ സർജറി ചെയ്യാൻ അദ്ദേഹത്തിനും പേടിയുണ്ടായിരുന്നു. അന്ന് ആ സർജറി ചെയ്തു. എന്നെ പിറ്റേ ബേബി മെമ്മോറിയൽ കൊണ്ട് ആ സർജറി ചെയ്തു. എൻ്റെ ഹിപ്പിനുള്ള സർജറി ചെയ്തു. അത് സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കട്ടിലിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം അതാ. ഇരുന്ന ശേഷം എൻ്റെ ഈ റൈറ്റിലേക്ക് അനങ്ങുന്നില്ല. പിന്നീട് അങ്ങനെ തന്നെ എന്നെ ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നേരെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു.
ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നീട് എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് കാലനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പിന്നീട് എത്ര പേര് ഡിപ്രഷനെ പറ്റി കേട്ടിട്ടുണ്ട്? ഡിപ്രഷൻ കേട്ടിട്ടുണ്ടോ? ഞാനും കുറേ കേട്ടിട്ടുണ്ട്. നിരാശ, ദുഃഖം, ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കുറേ. എന്നോട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയും, ഞാൻ പറയും ദൈവം പിടിവിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനും പറഞ്ഞിട്ടുണ്ട് അവരോട്. ഇതിൻ്റെ ശേഷമാണ് ഞാൻ വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നുപോയി. ആ സമയത്ത് പല ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നു. രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ല. എനിക്ക് തരുന്ന ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചാൽ ഞാൻ ഉറങ്ങേണ്ടതാണ്. പക്ഷെ എനിക്കറിയത്തില്ല, അന്ന് രാത്രി ഈ സമയങ്ങളൊന്നും ഞാൻ ഉറങ്ങുന്നില്ല. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഉറങ്ങും, 2 മണിക്കൂർ എഴുന്നേറ്റിരിക്കും, വീണ്ടും ഒരു അരമണിക്കൂർ ഉറങ്ങും. എനിക്ക് തുടർച്ചയായിട്ടൊരു ഉറക്കമില്ല. ഞാൻ അങ്ങോട്ട് ഉറങ്ങി വരുമ്പോൾ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഭയങ്കര ഭീകര സ്വപ്നങ്ങളാണ്. അതെങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി ഉറങ്ങാൻ. നമുക്ക് ദൈവം ഉറക്കം തരുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി എത്ര പേരുണ്ട്? ബൈബിളിന് വായിക്കും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞാൻ ഉറക്കം ഭയങ്കര കൊതിച്ചു. എങ്ങനെ ഉറങ്ങാം? ഞാൻ ആമസോണിലും ഈ ഓൺലൈനിലൊക്കെ കയറി ഉറക്ക ഗുളിക വരെ ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നീട് വലിയ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാൻ പോയി. എനിക്ക് പെട്ടെന്ന് തോന്നി, കർത്താവേ, ആ ആക്സിഡൻ്റ് അങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വെച്ചാൽ രാത്രി വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങിയാണ്. അന്ന് രാത്രി ഞാനാണെങ്കിലും ഫോണിലിങ്ങനെ എന്തെങ്കിലും പാട്ടോ മെസ്സേജോ ഇങ്ങനെ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ അന്ന് രാത്രി, എനിക്കറിയത്തില്ല, എല്ലാവരും ഉറങ്ങുന്നുണ്ട്, ഞാനന്ന് വാവിട്ട് കർത്താവ് യേശുവേന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു നിവർത്തിയില്ലാത്ത സ്ഥാനത്ത് നമ്മൾ കർത്താവിനെ വിളിക്കില്ലേ? അതിൽ വാവിട്ട് ഞാൻ യേശുവേന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ യേശുവെന്ന് തന്നെ വിളി ഇവരൊക്കെ കേട്ടെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ ആരും കേട്ടില്ല. കാരണം അല്ലെങ്കിൽ ഒരു ചെറിയ ശബ്ദം ഇനി കട്ടിലിൻ്റെ അവിടെ അനങ്ങിക്കഴിഞ്ഞാൽ ഓടി എൻ്റെ വൈഫോ എൻ്റെ മമ്മിയോ പപ്പയോ ആരെങ്കിലുമൊക്കെ ഓടി വരും. പക്ഷെ അന്ന് രാത്രി ഞാൻ കർത്താവേന്ന് വിളിക്കാതെ തുടങ്ങി. പെട്ടെന്ന് എനിക്കറിയത്തില്ല, ഇത് വലിയ സമാധാനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആ റൂമിനകത്ത് ഇതൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു വാക്യം കേൾക്കുവാണ്. ആ വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യമാണ് ഞാൻ കേട്ടത്. ഈ വാക്യം ഇങ്ങനെ കേട്ടു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തിയിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഞാനങ്ങനെ ദൈവശബ്ദം കേൾക്കുന്നത്. പലപ്പോഴും ഒരു ദേവദാസന്മാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടു, കർത്താവിൻ്റെ ശബ്ദം. എൻ്റെ ലൈഫിൽ ഞാനങ്ങനെ ഒരു വ്യക്തി വന്ന് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അന്ന് രാത്രി ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വന്ന് എൻ്റെ പപ്പയും മമ്മിയൊക്കെ ചോദിച്ചു, ഇവനെങ്ങനെ പറ്റുന്നു ഇത്ര കിടന്ന് ഉറങ്ങാൻ? ഇവനെങ്ങനെ സാധിച്ചു? ഇവനെങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു? കർത്താവ് ഉറക്കം തന്നാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അന്ന് രാത്രിയിൽ ദൈവം എൻ്റെ ഡിപ്രഷനെ പൂർണ്ണമായിട്ട് മാറ്റി. ഹല്ലേലൂയ. തുടർന്ന് എൻ്റെ ഈ റൈറ്റ് ലെഗ് അനങ്ങത്തില്ലായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ പയ്യെ അനങ്ങത്തുള്ളായിരുന്നു. എൻ്റെ ഞങ്ങളുടെ ചർച്ച അന്ന് ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടാണ്. ഞാനാണെങ്കിലും സൂമൊക്കെ ഓണാക്കി വെച്ചിട്ട് അവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു.
അന്ന് പപ്പ ഇങ്ങനെ പ്രാർത്ഥന വിഷയം അവിടെ പറയുന്നുണ്ട്. ടോംസിൻ്റെ സർജറി കഴിഞ്ഞു, അവൻ്റെ പക്ഷേ എൻ്റെ റൈറ്റ് ലെഗ് അനങ്ങുന്നില്ല. അതിന് പപ്പ ഇങ്ങനെ പ്രാർത്ഥന വിഷയമായിട്ട് അവിടെ പറയാം. ഞാൻ ഈ സൂമിക്കൂടെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. വെറുതെ ആ സമയത്ത് എൻ്റെ വൈഫ് പറഞ്ഞു, എല്ലാ ദിവസവും ഇങ്ങനെ ഫിസിയോ തെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കരം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് വൈഫ് പറഞ്ഞു നമുക്ക് തെറാപ്പി ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കുകയല്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഈ കാലം കൊണ്ട് തട്ടാൻ ശ്രമിക്കാൻ പറഞ്ഞു. പപ്പ ഈ വിഷയം അവിടെ പറയലും എനിക്ക് വേണ്ടി ദൈവജനം അവിടെ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ആര്യ അവിടെ നിന്ന്, കർത്താവേ തോംസൻ്റെ കാല് ഇപ്പോൾ തന്നെ സൗഖ്യമാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവജനം അവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ആ ഞായറാഴ്ച രാവിലെ എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഇങ്ങനെ കാല് ജസ്റ്റ് ഇങ്ങനെ അനങ്ങത്തുള്ളായിരുന്നു. ഈ കാലാണെങ്കിൽ ഒരു ഒറ്റ പൊങ്ങം തൂങ്ങി ഇങ്ങനെ. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ പയ്യെ നടക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു 18 മാസം കഴിയാതെ ഇരിക്കാൻ പറ്റില്ല പറഞ്ഞ ആള് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പല പ്രവാചകന്മാർ പണ്ട് എൻ്റെ തലയൊന്ന് കൈവച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടോംസൺ നിന്നെ ദൈവം അയക്കും, നീ ശുശ്രൂഷയായിട്ട് ആദ്യം പോകുന്നത് US-ലേക്കാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഒട്ടും വിശ്വസിച്ചിട്ടില്ല. കാരണം USA പോകാൻ എനിക്ക് ഒരു ചാൻസും ഇല്ല. എനിക്ക് പറയുന്ന ഒരു ട്രാവൽ ഹിസ്റ്ററി ഒന്നുമില്ല. ഞാൻ എന്നിട്ട് ചെന്നൈ പോയി. ആ വർഷം എംബസിയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. ഇതിൻ്റെ വലിയ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അന്ന് US-ലേക്ക് പോകാൻ എംബസി അവർ പാസ്സാക്കി തന്നു. എന്നിട്ട് ഞാനും ഡോട്ട്സും ഞാൻ ആദ്യമായിട്ട് പോയ ട്രിപ്പാണ് US-ലേക്ക്. സത്യം പറഞ്ഞ ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേജിൽ കയറി നിന്നപ്പോൾ എനിക്ക് കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പാടുമ്പോൾ ഞാൻ അവിടുത്തെ കീബോർഡ് വായിക്കുകയാണ്. കീബോർഡ് പോലും വായിക്കാൻ പറ്റുന്നില്ല. തിരിഞ്ഞു നോക്കിയ കർത്താവിൻ്റെ അത്ഭുതം എന്നല്ല, വേറൊന്നും പറയാനില്ല. ഞാൻ US-ൽ പോയെന്ന് പറയണതിൽ വലിയ അത്ഭുതമൊന്നുമല്ല. US-ൽ പോയെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഒന്നിനും വേണ്ട എന്നെയൊക്കെ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദൈവമക്കളൊരു കാര്യമില്ല, ദൈവം അത് നന്മയ്ക്കായി ചെയ്യും. ദൈവം ഒരിക്കലും അത് തിന്മയ്ക്കായി ചെയ്യുന്നില്ല. ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ മറുതലിക്കാതെ കർത്താവിനോട് കൂടെ നടന്നാൽ ദൈവം നന്മയ്ക്കായി തന്നെ തീർക്കും. ഞാൻ ഈ ഡോട്ട്സൺ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഈ മ്യൂസിക് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിനകത്തൊരു മാത്യു ടി ജോണിൻ്റെ പാട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് സത്യം പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞു. എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ പാട്ടിനകത്ത് ഒരു വരി ഇങ്ങനെയാണ്: എന്നെ ഉടച്ചതും എന്നെ തകർത്തതും എൻ്റെ നന്മയ്ക്കായി, ഞാൻ ഏകനായി തീർന്നതും എൻ്റെ നന്മയ്ക്കായി, എൻ്റെ വഴി അടഞ്ഞതും എൻ്റെ നന്മയ്ക്കായി. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, കർത്താവ് നന്മയ്ക്കായി എല്ലാം ചെയ്യുന്നു. ഹല്ലേലൂയ.
അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞു, ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ലോഡ്സ് ബാസിൻ്റെ വാക്ക് കടമെടുക്കുകയാണ്, ചിരിച്ച മുഖത്തോടെ എന്ന് പറഞ്ഞേ. ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. കരങ്ങളെ കൊടുത്തെന്ന് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വാഴുന്നു. നമ്മൾ പാടിയിൽ എന്നേശു ജീവിക്കുന്നതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ പാട്ടായിരുന്നു, ഞാൻ ലോഡ്സ് ഞാൻ എവിടെ പോയാലും പാടുന്ന പാട്ടായിരുന്നു. ഭയമോ ഇനി എൻ ഭാവിയല്ല. അടുത്ത വരി, പ്രത്യാശയ അനുദിനം. ഭയമോ ഭയമോ നിരാശയിനി എന്നെ യാഹേ അങ്ങെന്നുമെൻ ദൈവം. യാഹേ ഓ തലമുറ നീ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരി നീ മയങ്ങുകില്ല, ഇസ്രായേലിൻ പരി. നമുക്കൊരു നിമിഷം ദേശത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടാം. അതിൻ്റെ മുമ്പ് യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായി ഇത്രയുള്ള നിരൂപങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ എന്തും സംഭവിച്ചോട്ടെ, ഞാൻ എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എനിക്കറിയത്തില്ല. നിരാശ വന്നോട്ടെ, രോഗം വന്നോട്ടെ, ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കർത്താവ് നമ്മുടെ കൂടെയുള്ള, ആ കർത്താവ് തലമുറ തലമുറയെ നമ്മുടെ സംഗീതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം ശത്രുഭീതിയെല്ലാം, കാരണം മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ശത്രുവെ സകലത്തിനും മീതെ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യാഹേ നീ മയങ്ങുകില്ല,
കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്ര തൂങ്ങുന്നില്ല. യഹോവയേ ബാലകൻ ഖേദമോട്ടു. യഹോവയേ ബാലകൻ ഖേദമോട്ടും. ശത്രുഭയം നീക്കിയെന്നെ മാത്രതോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കിയെന്നെ മാത്രതോറും കാത്തി. ഓ നീതിയിൻ നിത്യവും